എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാർ കേക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ഡെസേർട്ട് ഐറ്റമാണ് അല്ലേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ട്രെസ്ലെച്ചസ് ജാറും റെഡ്ചോ ജാറുമാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കുവാൻ പോകുന്നത്. ഇതിൻ്റെ വിശദമായ ഒരു വീഡിയോയാണിത്. എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഞാനിവിടെ ആദ്യം തന്നെ ചെയ്തത് ബീറ്റ് ചെയ്ത ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്യുകയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ക്രീം നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കുക. അടിയിൽ ഏതെങ്കിലും ഒരു നോസിൽ, ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർ നോസിലിൻ്റെ ഏറ്റവും ചെറിയ നോസിൽ, ഈ പാക്കറ്റിൽ കിട്ടുന്ന നോസിലിനകത്തെ ഏറ്റവും ചെറിയ ഒരെണ്ണമാണ് അടിയിലെടുത്തിരിക്കുന്നത്. അതിലേക്ക് ക്രീം ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്യുക. അതിനുശേഷം ജാർ കേക്കിനുള്ളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള നട്ട്സ് ഞാനിപ്പോൾ പീനട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാഷ്യൂ നട്ടോ ബദാമോ എന്തോ വേണമെങ്കിലും എടുക്കാം. ഇത് ട്രെസ്ലെച്ചസിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അത് ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചു. ഇത് ട്രെസ്ലെച്ചസ് കേക്കിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മിൽക്കാണ്. അതായത് ഈ മിൽക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ തുടരെ ഇടുന്നതാണ്. അതിനുശേഷം ഞാൻ ആക്കി വെച്ചിരിക്കുന്ന കേക്ക് ഒരു വാനില സ്പോഞ്ച് കേക്കാണ്. അതിനകത്ത് മിൽക്ക് എസൻസ് ആഡ് ചെയ്താണ് ഞാൻ ആക്കിയിരിക്കുന്നത്. ആ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇടുന്നതാണ്. അത് ഞാനൊരു ടേൺ ടേബിളിൽ ഒരു ബോർഡ് വെച്ച്, ഏതെങ്കിലും ഒരു പ്ലേറ്റ് വെച്ചാലും മതി, ഒരു ബോർഡ് വെച്ച് അതിലേക്ക് ഞാൻ കമത്തി ഇട്ടു. അതിനുശേഷം അതിൻ്റെ പുറകിലുള്ള ബട്ടർ പേപ്പർ ഞാൻ റിമൂവ് ചെയ്യുവാണ്. ഇനി ഈ കേക്ക് ഞാൻ നല്ല കട്ടിയുള്ള കേക്ക് തന്നെയാണ്. നല്ല സ്പോഞ്ചിയാണ് കേക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാലേ അറിയാം, നല്ല സ്പോഞ്ചി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിൽ. ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് ഞാൻ സാധാ കത്തി, നമുക്ക് എല്ലാവർക്കും കട്ടിങ് നൈഫ് ഒന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഹോം ബേക്കേഴ്സിൻ്റെ കയ്യിൽ കാണാൻ ചാൻസ് ഉണ്ടെങ്കിലും വീട്ടിൽ ഉണ്ടാക്കുന്ന ആളുകളുടെ കയ്യിൽ ഇത്ര ഐറ്റംസ് ഒന്നും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് സാധാ ഒരു കത്തി വെച്ച് തന്നെ ഞാനിത് രണ്ടായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മൂന്നായിട്ട് മുറിക്കാനുള്ള അത്രയും വലിപ്പം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനിവിടെ രണ്ടായിട്ടാണ് മുറിച്ചെടുത്തത്. എനിക്ക് 2 ട്രെസ്ലെച്ചസ് ജാറിൻ്റെ ഓർഡറായിരുന്നു ഉണ്ടായിരുന്നത്. കൂടെ ഒരു റെഡ്ചോ, അതായത് റെഡ് വെൽവെറ്റിൻ്റെയും ചോക്ലേറ്റിൻ്റെയും മിക്സ് ആയിട്ടുള്ള റെഡ്ചോയുടെ ഓർഡർ കൂടെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റി. ആദ്യം ഞാൻ ഇതിനൊന്ന് ഷേപ്പ് വരുത്തിയായിരുന്നു. അതായത് മുകൾ വശത്തുള്ള ഒരു ഭാഗം കട്ട് ചെയ്ത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനിയും നമുക്ക് ജാർ എടുക്കാം. ഇതാണ് ജാർ കേക്കിന് ഉപയോഗിക്കുന്ന ജാറ്. 350 മില്ലിയാണ് ഈ ജാറിൻ്റെ സൈസ്. ഈ ജാറിലേക്കാണ് ഞാൻ ഈ കേക്ക് ആകാൻ പോകുന്നത്. അപ്പോൾ തന്നെ ഈ ജാർ എടുത്തു. എന്നിട്ട് ആ കേക്കിൻ്റെ മുകളിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ കട്ട് ചെയ്ത ഓരോ കേക്ക് പീസാണ് നമ്മൾ ജാറിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ കേക്കും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ട്രെസ്ലെച്ചസിന് ആവശ്യമായിട്ടുള്ള കേക്കും റെഡ്ചോയ്ക്ക് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് കേക്കും റെഡ് വെൽവെറ്റിൻ്റെ കേക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ഷേപ്പ് വേണമെന്നില്ല. മിച്ചം വന്ന ഭാഗങ്ങൾ വരെ ഞാൻ മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്യാം. ആദ്യം ഒരു ജാർ എടുത്തു. ജാർ നല്ല കഴുകി ഉണക്കി വെച്ച ജാറാണ്. ആ ജാറിലേക്ക് ആദ്യം ഒരു പീസ് വെച്ചു. നല്ല റൗണ്ടിലുള്ള പീസ് തന്നെ അടിയിൽ വെച്ചു. അതിനുശേഷം അതിലേക്ക് ട്രെസ്ലെച്ചസ് മിൽക്ക് ഒഴിക്കുകയാണ്. ഈ മിൽക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് ഞാൻ ഡീറ്റെയിൽഡായിട്ടും ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടാം. അതാവും നല്ലത്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. മിൽക്ക് മാക്സിമം ആവശ്യത്തിന് ഒഴിക്കുക. നല്ലപോലെ സോക്ക് ചെയ്യുക. നല്ല ഒരു ജ്യൂസി ഇതായിരിക്കണം നമ്മുടെ ഈ ട്രെസ്ലെച്ചസ് കേക്കിന് വേണ്ടി. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി അതിലേക്ക് ക്രീം, നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിരിക്കുന്ന ക്രീം അകത്തോട്ട് ഫില്ല് ചെയ്യുക. ഞാൻ ഈ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസ് ഇട്ടത് കൊണ്ട് തെന്നിപ്പോവായിരുന്നു പൈപ്പിംഗ് ബാഗിൽ പിടിച്ചപ്പം. അത് പ്രസ് ചെയ്ത് അകത്തേക്ക് ക്രീം ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഇത് വൈറ്റ് ചോക്ലേറ്റ് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതിനകത്തേക്ക് ഇടുക, വൈറ്റ് ചോക്ലേറ്റ്. ഇനിയും ഇതിലേക്ക് നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന, ഒത്തിരി ഒന്നും പൊടിച്ചിട്ടില്ല, കുറച്ച് ഒന്ന് പൊടിച്ചു വെച്ചിരിക്കുന്ന പീനട്ട് കൂടെ അതിലേക്ക് ഇട്ടു. കഴിക്കുന്ന സമയത്തൊന്ന് നമുക്ക് കടിക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പീനട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ബാക്കി എല്ലാ പീസസും ഇതിനകത്തേക്ക് ആക്കിയതിന് ശേഷം അതിലേക്ക് ക്രീം ഏറ്റവും ഫൈനലായിട്ട് നമ്മൾ ആക്കി കൊടുത്തു. അതിന് മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പീനട്ടിൻ്റെ കുറച്ച് പൊടിയും മുകളിലിട്ട് കൊടുത്തു. അതിനുശേഷം
ഇതിൻ്റെ അടപ്പ് വെച്ച് നല്ല ടൈറ്റായിട്ട് അടച്ചു. ഇനി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഒരു ഫ്രീസറിലാണെങ്കിൽ ഒരു അരമണിക്കൂർ സൂക്ഷിച്ചാൽ മതിയാവും. അപ്പോഴത്തേക്ക് നല്ലപോലെ തണുത്തിരിക്കും. പിന്നീട് ഞാൻ ഉണ്ടാക്കിയത് റെഡ്ചോ കേക്കാണ്. റെഡ്ചോയുടെ ജാറാണ് പിന്നീട് ഉണ്ടാക്കിയത്. അതിനകത്ത് റെഡ് വെൽവെറ്റിൻ്റെ ലെയറും ചോക്ലേറ്റിൻ്റെ ലെയറുമാണ് വരുന്നത്. ആദ്യം ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ ലെയറാണ് താഴെ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ അതിനെ ഉൾവശത്തോട്ട് ഇറക്കി വെച്ചു. പിന്നെ സൈഡിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ബാക്കി വന്ന പീസസ് ഞാനവിടെ മുറിച്ച് പീസസ് അവിടെ ഞാൻ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമായിരിക്കും നിങ്ങൾക്ക്. ഷുഗർ സിറപ്പ് ഞാൻ ഒഴിച്ച് ആ കേക്കിൻ്റെ ലെയർ വെറ്റ് ചെയ്തു. നല്ലപോലെ വെറ്റ് ചെയ്യണം. കേക്ക് നല്ല സ്പോഞ്ചിയാണ് നമ്മുടെ കേക്ക് എങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഷുഗർ സിറപ്പ് മൊത്തം ആ കേക്ക് അബ്സോർബ് ചെയ്യും. അങ്ങനെയുള്ള കേക്കായിരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. ഇതിന് മുകളിലേക്ക് ഞാനൊരു ലെയർ ക്രീം കോട്ട് ചെയ്തു. അതിന് മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കുറച്ചിട്ട് കൊടുത്തു. ഇനി അടുത്ത ലെയർ ചോക്ലേറ്റിൻ്റെ ലെയറാണ്. ചോക്ലേറ്റ് ലെയർ ഞാൻ ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ചു. ഇതിൻ്റെ സൈഡിലും ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പീസസ് ഇട്ട് കൊടുത്തു. ഇനി ഇതും പഴയ പോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യണം. അങ്ങനെ ഇതും ഷുഗർ സിറപ്പ് വെച്ച് നമ്മൾ വെറ്റ് ചെയ്യുകയാണ്. അടുത്ത സ്റ്റെപ്പ് ഇതിലേക്ക് വീണ്ടും ക്രീം കോട്ട് ചെയ്യുക. ക്രീം ഏത് ഡിസൈനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റും. അതായത് ഗ്ലാസ്സിലൂടെ നമുക്ക് വെളിയിൽ കാണാൻ പറ്റും ആ ലെയറിൽ വെച്ചിരിക്കുന്ന ക്രീം. അപ്പം നമ്മൾ കൊടുക്കുന്ന ഡിസൈനനുസരിച്ച് വെളിയിൽ കാണാനായിട്ട് സാധിക്കും. ചോക്ലേറ്റ് ലെയർ വെച്ചതുകൊണ്ട് ഇനി അടുത്ത ലെയർ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് അടുത്ത ലെയറിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയും ലാസ്റ്റ് ലെയറായിട്ട് വീണ്ടും റെഡ് വെൽവെറ്റിൻ്റെ ലെയർ ഇടുന്നു. ഇതും ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് വെറ്റ് ചെയ്യുന്നു. ഇനി അതിലേക്ക് ക്രീം ഞാനിപ്പോൾ സ്റ്റാർ നോസിൽ എടുത്തേക്കുന്നതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് നോസിൽ യൂസ് ചെയ്യുന്ന നമുക്ക് ഇഷ്ടമുള്ള നോസിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നോസിൽസ് ഒന്നും ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. പൈപ്പിംഗ് ബാഗിൻ്റെ അടിവശം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഡിസൈൻ വെച്ച് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റിൽ ഡാർക്ക് ചോക്ലേറ്റും പിന്നെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ലെയറും വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു ലെയറുമാണ് ഞാൻ വെച്ച് ഡെക്കറേറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ ഈ ജാർ കേക്ക് തുറക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിയിൽ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ഷുഗർ ബോൾസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിൻ്റെ ഡെക്കറേഷൻ നമുക്ക് നടത്താവുന്നതാണ്. ഇനിയും ഇതിൻ്റെ അടപ്പ് വെച്ച് നല്ലപോലെ മുറുക്കി അടയ്ക്കുക. ഇതിൻ്റെ വെളിയിൽ എന്തെങ്കിലും ഷുഗർ സിറപ്പിൻ്റെയോ എന്തെങ്കിലും ചോക്ലേറ്റിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് തൂത്ത് നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. റെഡ്ചോയുടെ ഒരു കേക്കും ട്രെസ്ലെച്ചസിൻ്റെ 2 കേക്കുമായിരുന്നു എനിക്ക് ഇന്ന് ഓർഡർ ആയിട്ടുണ്ടായിരുന്നത്. ഒരു റിബണും സ്പൂണും ഒക്കെ വെച്ച് നല്ല കെട്ടി നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും വില പല വിലകളാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇടാം. ഇതിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോയും മറ്റ് കേക്കുകൾ എങ്ങനെ ഉണ്ടാക്കുന്നതും ഉള്ള ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടുന്നതാണ്. കേക്കിൻ്റെ അപ്ഡേറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. ക്രേസി കേക്ക്സ് എന്നാണ് പേജിൻ്റെ പേര്. എൻ്റെ ഹോം മെയ്ഡ് കേക്കിൻ്റെ പേരാണത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങളത് ഫോളോ ചെയ്യുക ദയവായി. അത് ഫോളോ ചെയ്താൽ കേക്കിൻ്റെ ഡിസൈൻസും ഓരോരോ കേക്കിൻ്റെ പുതിയ ഓരോരോ കേക്കുകളും ഒക്കെ നമുക്ക് അതിലൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു കേക്കിൻ്റെ വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്